ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബദാം ലീഫാണ്. ഇപ്പോൾ UK ബദാം ലീഫ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. നമുക്ക് ഓൺലൈൻ വഴി വാങ്ങാനേ പറ്റുള്ളൂ. ഒരു 10 ലീഫിന് ഏകദേശം 500 രൂപയുടെ അടുത്തൊക്കെയാണ് 10 ലീഫിൻ്റെ വില. നമ്മുടെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വാട്ടറിൽ എപ്പോഴും ഒരു നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഉണ്ടാക്കുന്നതിനും പിന്നെ മീനുകൾക്ക് ഒരു റെസിസ്റ്റൻസ് കിട്ടാനുമാണ് നമ്മുടെ ബദാം ലീഫ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അക്വേറിയത്തിൽ ഡ്രിഫ്റ്റ് വുഡ് ഉപയോഗിക്കുന്ന പോലെ തന്നെ ടാൻ കണ്ടൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ബദാം ലീഫ് ഉപയോഗിക്കും. ഷ്രിമ്പ് ആണെങ്കിലും പ്ലിക്കോസ് ആണെങ്കിലും നമ്മുടെ ഏത് ഫിഷ് ആണെങ്കിലും നമ്മളൊരു ചെറിയ കഷ്ണം ആൽമണ്ട് ലീഫ് വെള്ളത്തിലുള്ളത് വളരെ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ഫിഷിനെ ക്യൂർ ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴും ബദാം ലീഫും സുൾട്ടും ടെട്രാസൈക്ലിൻ്റെ ഗുളികയാണ്. അതാണ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നും പൈസ ചിലവാക്കാതെ തന്നെ അതിൽ നമുക്ക് സുഖമായിട്ട് ഫിഷിനെ ക്യൂർ ചെയ്തെടുക്കാൻ പറ്റും. ബീറ്റ ഫിഷിനൊക്കെ ഉള്ള എന്ത് ഡിസീസാണെങ്കിലും നമുക്ക് ബദാം ലീഫിലെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഫിഷിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാനും അങ്ങനെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻ്റ് ആക്കി എടുക്കാനും നമുക്ക് പറ്റും. അപ്പോൾ ഈ ബദാം ലീഫിൻ്റെ എക്സ്ട്രാക്റ്റ് വേണമെങ്കിൽ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇല അതിനകത്ത് ഇട്ടിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. നമ്മൾ തിളപ്പിച്ച് ഒരു ദിവസം വെച്ച് നമ്മൾ കുപ്പിയിലാക്കി സിറപ്പ് പോലെ എടുത്ത് വയ്ക്കുന്നതാണ്. അത് നമുക്ക് കുറച്ച് ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ലീഫ് ഇട്ട് കൊടുക്കുന്നതാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അതിനകത്ത് തന്നെ കിടന്ന് അഴുകി പോകുമ്പോൾ നല്ലപോലെ ടാനിനും അതുപോലെ ഒരു ബാക്ടീരിയ ഗ്രോത്തൊക്കെ അവറ്റങ്ങൾക്ക് കിട്ടും. നാച്ചുറൽ ബാക്ടീരിയാസ് അവറ്റങ്ങൾക്ക് ആവശ്യമുള്ള ബാക്ടീരിയാസിനെ പ്രൊഡ്യൂസ് ചെയ്യാനും നമ്മളിങ്ങനെ ഇല കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ ബദാം ലീഫ് വളരെ ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് നമുക്ക് ഇനിയും തുടർന്ന് കാണാം.